Hey guys, it's me Shahil. Welcome back to my channel Get the Child. Guys, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചെറിയ എഡിറ്റിങ്ങിനെ പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സ്പൈറൽ ഡിസൈൻ. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഫോട്ടോയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരം എഡിറ്റിങ്ങുകളൊക്കെ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ക്രോപ്പ് ചെയ്യൽ അതുപോലെ തന്നെ കട്ട് ചെയ്തതിനൊക്കെ ശേഷമാണ് ഈ ഒരു എഡിറ്റിങ് അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ നമ്മളെ ഫോട്ടോയിൽ കൊണ്ടുവരാം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാവുന്ന ആപ്ലിക്കേഷൻ സഹായത്തോടെ നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഈ ഒരു സ്പൈറൽ ഡിസൈൻ നിങ്ങളുടെ ഫോട്ടോയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റു കുറേ ഫീച്ചേഴ്സുമായ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ഡിസൈന് നമ്മുടെ ഫോട്ടോയിൽ എങ്ങനെ കൊണ്ടുവരാമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിൽ പോവാം. ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ പേര് nocrop എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുക. ഓക്കെ, ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും വരാം. അവിടെ നിങ്ങൾ സ്പൈറൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഗാലറിയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം അടിയിൽ കാണുന്ന ഫസ്റ്റ് ഓപ്ഷനായ ഒറിജിനൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് നിങ്ങളുടെ ആ ഫോട്ടോ ഒറിജിനൽ സൈസിലേക്ക് വരുള്ളൂ. ഓക്കെ, എന്നിട്ട് അടിയിലായിട്ട് കാണുന്ന നമ്മളെ സ്പൈറൽ ഡിസൈൻ കൊണ്ടുവരാനുള്ള സ്പൈറൽ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ സ്പൈറൽ ഡിസൈൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈറൽ ഡിസൈൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സ്പൈറൽ ഡിസൈൻസൊക്കെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഒറ്റ ക്ലിക്കിൽ തന്നെ സ്പൈറൽ ഡിസൈൻസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഓക്കെ, കണ്ടോ, ഇതേപോലെയൊക്കെ ഇഷ്ടമുള്ള സ്പൈറൽ ഡിസൈൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് എൻ്റെ സൈസും പൊസിഷനും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ, ഇതേപോലെയൊക്കെ സ്പൈറൽ ഡിസൈൻസ് മാത്രമല്ല മറ്റ് കുറച്ച് ഡിസൈൻസും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള ഡിസൈൻ ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷനിലുള്ള മറ്റ് കുറച്ച് എഡിറ്റിംഗ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അടിയിലായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഈ സ്കെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് അടിയിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഫോട്ടോക്ക് സ്കെച്ച് ഡിസൈൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്കെച്ച് ഡിസൈൻ നമ്മുടെ ഫോട്ടോയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ നിങ്ങൾക്ക് പലതരം സ്കെച്ച് ഡിസൈൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പലതരം കളറിലൊക്കെ ആയിട്ട് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഓപ്ഷൻ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഡിസൈൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് എഫക്ട്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഗ്ലിച്ച് എഫക്റ്റ് പോലത്തെ എഫക്റ്റുകളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കുറേ എഫക്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളറും അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഫോണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് പലതരം ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് ഒരു നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ ഞാനൊന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാൻ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇതേപോലെ നമുക്ക് ടെക്സ്റ്റൊക്കെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വരുന്ന നമുക്ക് കുറച്ച് ഫിൽറ്റേഴ്സും കൂടി വരുന്നുണ്ട്. അതിലും ഇതേപോലെ തന്നെ ഗ്ലിച്ച് എഫക്റ്റ് പോലത്തെ വിൻറ്റേജ് എഫക്റ്റ് പോലത്തെ എഫക്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ലൈറ്റ് എഫക്ട്സ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് വെച്ചാൽ കുറേ ഈ ബ്ലർ ഓപ്ഷൻസ്, ഷാർപ്പനിങ് ഓപ്ഷൻ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറേ അധികം ഫീച്ചേഴ്സുള്ള ആപ്ലിക്കേഷനാണ്. ഓക്കെ, എല്ലാ എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മേലെ സേവിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മറ്റു കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഹോം പേജിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊളാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് 15 പിക്ചർ വരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 4 പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതേപോലെ കൊലാഷുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ ബോർഡറൊക്കെ വേണമെങ്കിൽ സെറ്റാക്കാം. അപ്പോൾ അതുപോലെ അടിപൊളി ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം, എന്നിട്ട് സേവ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഉറപ്പായും ട്രൈ ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം എൻ്റെ ചാനൽ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.